സംസ്ഥാനത്ത് വ്യാപകമാകുന്ന അമിതമായ ലഹരിയുപയോഗത്തിനെതിരെ സമൂഹ മനസ്സാക്ഷി ഒരുമിച്ചു നിന്ന് ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിതെന്ന് മലങ്കര കത്തോലിക്കാ സഭ സുനഹദോസ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു. കേട്ടുകേൾവിയില്ലാത്ത വിധം വ്യത്യസ്തമായ ലഹരി വസ്തുക്കൾ നാട്ടിലാകെ ലഭ്യമാകുന്ന ഗുരുതരമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ, സ്കൂളുകൾ, ഹോസ്റ്റലുകൾ ഇവയെല്ലാം ലഹരി വസ്തുക്കളുടെ അനിയന്ത്രിതമായ സംഭരണ കേന്ദ്രങ്ങളും വിതരണ ശൃംഖലയുമായി തീരുന്നത് ആശങ്കാജനകമാണെന്നും സുനഹദോസ് അഭിപ്രായപ്പെട്ടു. അതിക്രൂരമായ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് യുവതലമുറയെ പ്രചോദിപ്പിക്കുന്നത് ലഹരി വസ്തുക്കളാണ്. ലഹരി ഉപയോഗം ആഘോഷമാക്കുന്ന സിനിമകളും സാമൂഹ്യ മാധ്യമങ്ങളും കർശനമായ നിരീക്ഷണത്തിനും നിയന്ത്രണത്തിനും വിധേയമാക്കേണ്ടതാണെന്നും പോലീസിനോടൊപ്പം പൊതുജനങ്ങളും ഒരുമിച്ച് അണിനിരന്നാൽ തിന്മയുടെ ശക്തിയെ സമൂഹത്തിൽ നിന്ന് ആട്ടിപ്പായ്ക്കുവാൻ സാധിക്കുമെന്ന് സുനഹദോസ് പ്രസ്താവിച്ചു. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയുടെ അധ്യക്ഷതയിൽ മാർച്ച് 10 മുതൽ തിരുവനന്തപുരം കാതോലിക്കൽ സെന്ററിൽ നടന്ന സുനഹദോസ് സമാപിച്ചു. മലങ്കര പുനരൈക്യത്തിന്റെ ശതാബ്ദിക്കൊരുക്കമായിട്ടുള്ള വചനവർഷാചരണത്തിന് സമാപനവും പുനരൈക്യ വാർഷികവും സെപ്റ്റംബറിൽ പത്തനംതിട്ട രൂപതയിൽ നടത്തപ്പെടും. 2025-26 ആരാധനാക്രമ വർഷമായി ആചരിക്കും. ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂറിലോസിന്റെ ചുമതലയിലുള്ള സമിതി പരിപാടികൾക്ക് നേതൃത്വം നൽകും. സഭയുടെ വിദ്യാഭ്യാസ കമ്മീഷന്റെ സെക്രട്ടറിയായി ഡോക്ടർ ജോജു ജോൺ, അൽമായ കമ്മീഷൻ സെക്രട്ടറിയായി വർഗീസ് ചേച്ചെറിയാൻ, മീഡിയ കമ്മീഷൻ സെക്രട്ടറിയായി ഫാദർ സ്കോട്ട് സ്ലീബ എന്നിവരെ തെരഞ്ഞെടുത്തു. സുനഹദോസിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയ്ക്ക് പുറമെ സുനഹദോസ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂറിലോസ്, ബിഷപ്പുമാരായ ജോഷ മാർ ഇഗ്നാത്യാസ്, ജോസഫ് മാർ തോമസ്, സാമുവൽ മാർ ഐറേനിയസ്, തോമസ് മാർ അത്തോണിയോസ്, ഫിലിപ്പോസ് മാർ സ്തേഫാനോസ്, വിൻസെന്റ് മാർ പൗലോസ്, തോമസ് മാർ യൗസേബിയോസ്, യോനാനോർ മാർ തിയഡീഷ്യസ്, ഗീവർഗീസ് മാർ മക്കാരിയോസ്, മാത്യൂസ് മാർ പക്കോമിയോസ്, ആന്റണി മാർ സിൽവാനോസ്, മാത്യൂസ് മാർ പോളികാർപ്പസ്, യോനാനോർ മാർ ക്രിസാസ്റ്റോം, എബ്രഹാം മാർ ജൂലിയോസ് എന്നിവർ പങ്കെടുത്തു. ഷെക്കനായ് ന്യൂസ്, തിരുവനന്തപുരം.